മുല്ലപ്പെരിയാർ എന്ന ജലബോംബ് നമ്മളെ വിഴുങ്ങാൻ ഇനി അധിക നാളില്ല എന്നാണ് പല വിദഗ്ധരും പറയുന്നത്. ഒരു ദുരന്തമുണ്ടാകുമ്പോൾ ദുരിതാശ്വാസ അക്കൗണ്ട് തുടങ്ങി അതിലേക്ക് പണം നിക്ഷേപിച്ച് പിന്നെ അതിൻ്റെ പുറകെ പോകുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ദുരന്തമുഖങ്ങളിൽ പ്രധാനമായും സർക്കാരുകൾ എടുക്കുന്നത് കണ്ടിട്ടുള്ളത്. ഒരു ദുരന്തം വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. മുല്ലപ്പെരിയാർ ഡാമിന് പുതിയ ഡാം വരണമെന്നോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഡാമിൻ്റെ പണികൾ പൂർത്തിയാക്കണമെന്നോ പറയുന്നതിൽ ഒരു ഗൗരവം പിണറായി സർക്കാർ എടുക്കുന്നില്ല എന്നുള്ളതാണ്. സത്യത്തിൽ ഈ മുല്ലപ്പെരിയാർ ഡാമും അതിൻ്റെ പ്രദേശത്ത് താമസിക്കുന്നവരുടെയും അല്ലെങ്കിൽ 4 ജില്ലകൾ ഒലിച്ചു പോകുമെന്നൊക്കെയാണ് വിദഗ്ധർ പറയുന്നത്. എന്താണ് ഈ സർക്കാർ ഉദ്ദേശിക്കുന്നത്? സർക്കാരിന് ഇത് കൃത്യമായി ഇതിന്റെ നിജസ്ഥിതി എന്താണെന്ന് നല്ല ബോധ്യമുണ്ട്. ഇതിന്റെ ഒരു പ്രശ്നം നിൽക്കുന്നത് ഒരു ടെക്നിക്കൽ കമ്മിറ്റി വന്ന് ഇപ്പോഴത്തെ നിലയിൽ ആ ഡാം പൊട്ടുവോ എന്ന് ചോദിച്ചാൽ ആ ടെക്നിക്കൽ കമ്മിറ്റികളെല്ലാം ഇതുവരെ സുപ്രീം കോടതി നിയോഗിച്ച കമ്മിറ്റികൾ ഉൾപ്പെടെ എന്ത് തന്നെയാണെങ്കിലും അവർ വന്നിട്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഡാമിന് കുഴപ്പമില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് കൂടുതൽ നിൽക്കുന്നത്. പക്ഷേ 50 വർഷത്തിൽ കൂടുതൽ ആയുസില്ലാത്ത 50 വർഷത്തിൽ ഡീകമ്മീഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡാം 140 വർഷമായി നിലനിൽക്കുകയാണ്. ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പൊ വയനാട്ടിൽ ഒരു ദിവസം കൊണ്ട് 500 മില്ലിമീറ്റർ മഴ പെയ്തു. അത്തരത്തിലുള്ള സാഹചര്യം കേരളത്തിൽ എവിടെ വേണമെങ്കിലും സംഭവിക്കാം. ആ സാഹചര്യം ഉണ്ടായാൽ ഇത് നിലനിൽക്കുമോ? ആ സാഹചര്യം ഉണ്ടാകില്ല എന്ന് പറയാൻ ഈ ഒരു എക്സ്പെർട്ട് കമ്മിറ്റികൾക്കും കഴിയില്ല. ഒരു പിണറായി വിജയനും കഴിയില്ല, കേന്ദ്ര സർക്കാരിന് കഴിയില്ല, തമിഴ്നാടിന് കഴിയില്ല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തെ ഇന്നലെ വയനാട്ടിലുണ്ടായ ദുരന്തം നാളെ ഇടുക്കിയിൽ വന്നാൽ അവിടെ എന്തു സംഭവിക്കുമെന്ന് അൺപ്രഡിക്റ്റബിൾ ആണ്. ആ സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ ഇത് സുരക്ഷിതമാണെന്ന് പറയാൻ സർക്കാരിന് കഴിയില്ല എന്നതുകൊണ്ടാണ് സർക്കാർ ആ നിലപാട് സ്വീകരിക്കുന്നത്. ഇത് ഇന്ന് നിങ്ങൾ ഇത് ചർച്ച ചെയ്യണം. നിങ്ങൾ കൃത്യം 3 മാസം കഴിയുമ്പോൾ നിങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്യില്ല. കാരണം അവിടെ വെള്ളം താന്നു കഴിയുമ്പോൾ ഇതിന്റെ ഒരു ടെൻഡൻസി കഴിയും. ഇത് 2006 2011 ഒക്കെ വലിയ സമരങ്ങളായി വന്നു. അന്നിപ്പോ സോഷ്യൽ മീഡിയ ഇത്ര സജീവമല്ല. അല്ലെങ്കിൽ വാട്സപ്പും മറ്റ് മീഡിയകളും യൂട്യൂബും അതുപോലെ അല്ലെങ്കിൽ നിങ്ങളുടെ പോലെയുള്ള ചാനലുകളൊന്നും ഒരു സജീവ സാധാരണ ജനത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ അവർ ചർച്ച ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടില്ല. അന്നൊക്കെ വലിയ പ്രക്ഷോഭങ്ങൾ ഇടുക്കിയിൽ ഞാൻ പ്രത്യേകം നമ്മുടെ ചപ്പാത്തിൽ ഞാനിപ്പോഴും ഓർക്കുന്ന ഒരു ജോയി അച്ഛന്റെ നേതൃത്വത്തിൽ ചപ്പാത്തിൽ വലിയ സമരം ഉണ്ടായി. ഇന്നത്തെ ജലഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്ന റോഷി അഗസ്റ്റിൻ അന്ന് നിരാഹാരം കിടന്ന ആളാണ്. ഇന്ന് ഭരിക്കുന്ന പാർട്ടിയുടെ ഏറ്റവും പ്രമുഖ നേതാവായിരുന്ന പീരുമേട് എം എൽ എ, അന്നത്തെ പീരുമേട് എം എൽ എ ES ബിജിമോൾ അന്ന് നിരാഹാരം കിടന്ന ആളാണ്. അങ്ങനെ നിരവധി കോൺഗ്രസിന്റെയും LDFന്റെയും UDFന്റെയും MLA നിരാഹാരം കിടന്നാണ് ഈ വിഷയത്തിൽ. പക്ഷേ ഇവരൊന്നും അധികാരത്തിൽ വരുമ്പോ ഈ വിഷയം ഒരു വിഷയമല്ലാതായി മാറും. ഇപ്പൊ ജനങ്ങളുടെ ട്രെൻഡിനൊപ്പം നിൽക്കുക, മുല്ലപ്പെരിയാർ അവിടെ പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെടുക. മാത്രമല്ല ഈ ആവശ്യം ഉന്നയിക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഇട്ട് കൊടുക്കുക. കുറെ ആളുകൾ ഡാം പണിയണമെന്ന് പറയുന്നു, കുറെ ആളുകൾ തുരങ്കം ഉണ്ടാക്കണമെന്ന് പറയുന്നു, കുറെ ആളുകൾ ഡാമിന് കുഴപ്പമില്ലെന്ന് പറയുന്നു. അങ്ങനെ ഇതിനിടയിൽ ഒരു ആശയക്കുഴപ്പം സൃഷ്ടിക്കും. അപ്പൊ ഇതിന് പ്രത്യേകിച്ച് ഒരു എന്നാ പറയുന്ന ഒറ്റ ഫോക്കസിൽ ഒരു കാര്യം പോകില്ല. ഇതിനൊറ്റ ഫോക്കസേ ഉള്ളൂ: തമിഴ്നാടിന് ജലം, കേരളത്തിന് സുരക്ഷ. അതിനുള്ള എന്തു നടപടി, അതിപ്പോ പറയുന്ന പോലെ തുരങ്കം സ്ഥാപിച്ച് തമിഴ്നാടിൽ ഒരു ഡാം നിർമ്മിക്കാനാണെങ്കിലും അല്ലെങ്കിൽ പുതിയ ഡാം ഇവിടെ നിർമ്മിക്കാനാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും കേരളത്തിന് സുരക്ഷ ഉണ്ടാകണം. കാരണം ഇത് പൊട്ടുമെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ തിരിച്ചൊറ്റ ചോദ്യമല്ലോ, പൊട്ടുകേല എന്ന് എഴുതി തരാൻ നിങ്ങൾക്ക് പറ്റുമോ എന്ന് ചോദിച്ചാൽ ആർക്കും ഇതങ്ങനെ പറയാൻ പറ്റില്ല. അതാണ് ഇന്നത്തെ പ്രശ്നം. ഈ ഡാമിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഡാമിന് വളവുണ്ട് എന്നൊക്കെ ഇതുമായി ബന്ധപ്പെട്ട പല വിദഗ്ധരും പറഞ്ഞ് ഈ അടുത്ത കാലത്തെ ഈ മുല്ലപ്പെരിയാർ എന്ന വിഷയം വരുന്നത് ഇതുപോലെ എന്തെങ്കിലും ദുരന്തം ഉണ്ടാകുമ്പോൾ മാത്രം നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൊട്ടിപ്പുറപ്പെടുന്ന ഒരു ചർച്ചയാണ് ഈ മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത്. ഇപ്പോൾ 1 മാസമോ അല്ലെങ്കിൽ ഇതിൻ്റെ ഈ വയനാടിൻ്റെ ഇത് കഴിയുമ്പോൾ മുല്ലപ്പെരിയാറും വിടും. അതാണ് മൊത്തത്തിൽ മാധ്യമങ്ങളായാലും എല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പം എന്ത് വിഷയമാണോ കത്തി നിൽക്കുന്നത് അതിലേക്കാണ് ഫോക്കസ് അത്രയും കൊടുക്കുന്നത്. ഈ മുല്ലപ്പെരിയാറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഡീൻ കുര്യാക്കോസ് ഡീകമ്മീഷൻ ചെയ്യണമെന്ന് പറഞ്ഞ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ എന്താണ് ഈ മുല്ലപ്പെരിയാറിലെ ഈ പരിസരത്ത് കിടക്കുന്നത്? നമുക്ക് ഈ 4 ജില്ലകളൊക്കെ വിടാം. ഈ വെള്ളം പൊട്ടി ഒഴുകുമ്പോൾ കേരളം തന്നെ പോകുമെന്നൊക്കെ പലരും പറയുന്നുണ്ട്. പക്ഷെ അതിലൊക്കെ അപ്പുറം ആ പ്രദേശത്ത് താമസിക്കുന്ന കുറേ ജീവനുകളുണ്ട്. എത്രയോ വർഷങ്ങളായി ഭയന്ന് കഴിയുന്ന കുറേ ആളുകൾ. അവരോട് എന്ത് മറുപടിയാണ് ഈ സർക്കാരിന് പറയാനുള്ളത്?
ഇപ്പൊ തമിഴ്നാട് ചെയ്യട്ടെ എന്ന് പറയുമ്പോഴും കേരളം ചെയ്യട്ടെ എന്ന് പറയുമ്പോഴും അവരുടെ ഒരു മനസ്സമാധാനമില്ലായ്മ ഉണ്ടല്ലോ. ഈ തലയ്ക്ക് മുകളിൽ വാള് തൂങ്ങിക്കിടക്കുന്ന അതേ അവസ്ഥയിലാണ് പ്രത്യേകിച്ച് ചപ്പാത്ത്, വണ്ടിപ്പെരിയാർ, അതായത് മുല്ലപ്പെരിയാർ മുതൽ 45 കിലോമീറ്റർ ആണ് നമുക്ക് ഇടുക്കി ഡാമിന്റെ വൃഷ്ടി പ്രദേശം വരെ ഉള്ളത്. ആ പ്രദേശത്ത് താമസിക്കുന്ന മുഴുവൻ ആളുകളെ സംബന്ധിച്ചും ശരിക്കും തലയ്ക്ക് മുകളിൽ ഒരു വാള് തൂങ്ങിക്കിടക്കുന്ന അവസ്ഥയാണ്. പിന്നെ കാലാകാലങ്ങളായി ഇത് കേട്ട് കേട്ട് ശീലിച്ചത് കൊണ്ട് ആളുകൾ അതിനോട് അഡ്ജസ്റ്റഡ് ആയി. പക്ഷേ ഓരോ ദിവസവും നമ്മളിപ്പോൾ കാണുന്ന നമ്മുടെ കാലാവസ്ഥ നമ്മൾ ഏറ്റവും അധികം പഠിക്കേണ്ട ഒരു കാലാവസ്ഥ വ്യതിയാനമാണ്. നമുക്ക് 2015 മുമ്പ് ഇത്തരത്തിൽ കാലവർഷം ഉണ്ടാകും. കാലവർഷം നമുക്ക് കൃത്യം അറിയാം. ഇന്ന കാലഘട്ടത്തിൽ ജൂൺ 1-ാം തീയതി മഴ തുടങ്ങിയ ഇത്ര കാലഘട്ടത്തിൽ മഴയുണ്ട്, കാലവർഷം. അതിനുശേഷം സെപ്റ്റംബർ മാസത്തിൽ നമുക്ക് തുലാമാസമുണ്ട്, തുലാവർഷം വരും. അത് ഒരു 1.5 മാസക്കാലം മഴ നിലനിൽക്കും. ഏറെക്കുറെ ഡിസംബർ പകുതിയോടുകൂടി മഴ അവസാനിക്കും. ഇതൊക്കെ പ്രത്യേകിച്ച് കിഴക്കൻ മലയോര മേഖലയുടെ ഒരു കാലാവസ്ഥയാണ്. ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ അൺപ്രഡിക്റ്റബിൾ ആണ്. ഇപ്പോ പെട്ടിമുടിയിൽ, കൂട്ടിക്കലിൽ, മൂന്നാറിൽ, അതുപോലെ വയനാട്ടിലൊക്കെ പെയ്ത മഴയെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു 2-3 മണിക്കൂർ കൊണ്ട് തകിടം പറഞ്ഞു പോവുകയാണ്. ഇത് എവിടെ സംഭവിക്കുന്ന പറയാൻ കഴിയില്ല. മാത്രമല്ല മേഘസ്ഫോടനത്തിന് തുല്യമായിട്ടുള്ള മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് ഇല്ല എന്ന് പറയാൻ ഇപ്പോഴത്തെ നമ്മളിവിടെ പരിഗണിക്കേണ്ട ഏറ്റവും വലിയ വിഷയം മാറിയ കാലാവസ്ഥയ്ക്കും മാറിയ കാലാവസ്ഥ സാഹചര്യങ്ങൾക്കും അനുസരിച്ച് ഈ ഡാമിനെ നോക്കിക്കാണണം. അത് കേരളത്തിലെ പ്രത്യേകിച്ച് നമ്മളല്ലേ 3000 സിസ്റ്റം ലാൻഡ് സ്ലൈഡുകൾ ഇന്ത്യയിൽ കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ റിപ്പോർട്ട് ചെയ്തതിൽ 2700 സംഭവിച്ചിട്ടുള്ളത് കേരളത്തിലാണ്, ഉൾപ്പെടലുകൾ. അപ്പോ അതിനെ വിലയിരുത്തുമ്പോൾ ആ പശ്ചാത്തലത്തിൽ മുല്ലപ്പെരിയാറിനെ നോക്കിക്കാണാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകണം. ഈ വിഷയത്തിൽ തമിഴ്നാടിനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയില്ലെങ്കിൽ ഇതിന്റെ ദുരിതം എന്ന് പറയുന്നത് കേരളത്തിൽ ഇത് പൊട്ടി. കേരളത്തിൽ 35 ലക്ഷം പേര് മരിക്കും, അതിന് ഒരു സംശയമില്ല. 35 ലക്ഷം പേര് മരിക്കും. നമുക്കിപ്പോ അറിയാം, വയനാട്ടിൽ 500 പേര് മരിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അവിടെ ഏറെക്കുറെ ഒരു പഞ്ചായത്തിലാണ് ഈ ദുരന്തം ഉണ്ടായിരിക്കുന്നത്. ഒരു പഞ്ചായത്തിലാണ് ഈ ദുരന്തം വിതച്ചിട്ടുള്ളത്. അവിടെ മാത്രം നമുക്കറിയാം നമ്മുടെ സംവിധാനങ്ങൾ ഇന്ന് 10ാമത്തെ ദിവസം അവിടെ തെരച്ചിൽ തുടരുകയാണ്. ഒരു പഞ്ചായത്തിലുണ്ടായപ്പോൾ ഇത് ഉണ്ടാകാൻ പോകുന്ന 5 ജില്ലകൾ ഇല്ലാതാകാൻ പോവുകയാണ്. അപ്പോ ഈ 5 ജില്ലകൾ ഇവിടെ ഇല്ലാതാകുമ്പോൾ പിറ്റത്തെ വർഷം മറ്റൊരു ദുരിതം കൂടെ ഉണ്ട്. ഇവിടെ 5 ജില്ല ഇല്ലാതാകുമ്പോൾ ഈ മുല്ലപ്പെരിയാറിന് എന്തെങ്കിലും സംഭവിച്ചാൽ തമിഴ്നാടിന്റെ 6 ജില്ലകൾ മരുഭൂമിയായി മാറാൻ പോവുകയാണ്. 1800കളിൽ അന്ന് തമിഴ്നാട് ഭരിച്ചിരുന്ന രാജവംശം, അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഭരണകൂടവും തിരുവിതാംകൂർ ഭരണകൂടവും കൂടി അവിടെ പട്ടിണിയിൽ നിന്നും ആ രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ് മുല്ലപ്പെരിയാറിന്റെ കൺസെപ്റ്റ് കൊണ്ടുവന്നത്. അവിടുത്തെ വലിയ രീതിയിലുള്ള ഉണക്കിനെ സംരക്ഷിക്കാനും ഈ മേഖലയിലുള്ള വലിയ വെള്ളപ്പൊക്കത്തെ സംരക്ഷിക്കാനും വേണ്ടി അന്ന് വിഭാവനം ചെയ്ത ഒരു കാര്യമാണ്. ഇവിടെ ദുരന്തം സംഭവിക്കുന്നത് തന്നെ അവിടെ തമിഴ്നാട്ടിലെ 6 ജില്ല, മധുര വരെയുള്ള 6 ജില്ലകൾ മരുഭൂമിയായി മാറും. ഇപ്പൊ ഈ 2 പേർക്കും ഇത് ആവശ്യമാണ്. ഇപ്പൊ ഒരു അമിക്കബിൾ സെറ്റിൽമെന്റിന് എല്ലാ കാര്യത്തിലും രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളിക്കുന്നവരല്ലേ പിണറായി വിജയനും MK സ്റ്റാലിനും. ഈ വിഷയത്തിൽ എന്തുകൊണ്ട് അവർക്ക് ഇടപെട്ടുകൂടാ? ഒരുമിച്ചിരുന്ന് പരിഹരിച്ചുകൂടാ? അതുപോലെ അതേ കാര്യം ചോദിക്കാനുള്ളത്, ഈ ഡാമിന്റെ പ്രശ്നം അത് വലിയ പ്രശ്നമായി തന്നെ ഉരുത്തിരിഞ്ഞു നിൽക്കുന്നത്. 35 ലക്ഷം പേരുടെ മരണം, അത് ഇത് സംഭവിച്ചാൽ അത് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഏത് നിമിഷവും അത് നേരത്തെ പറഞ്ഞതുപോലെ ഡാം പൊട്ടില്ല എന്ന് ചോദിച്ചാൽ പൊട്ടുമോ എന്നുള്ളത് നമുക്കറിയില്ല. പൊട്ടുമോ എന്ന് ചോദിച്ചാൽ പൊട്ടില്ലേ എന്ന് അറിയില്ല. ആ ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ഈ ദുരന്തം വരുമ്പോൾ ഇപ്പോൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരു ദുരിതാശ്വാസ അക്കൗണ്ട് തുറക്കുന്നു. ഈ 35 ലക്ഷം പേര് പോയാൽ ബാക്കി 3.5 കോടി ജനങ്ങളിൽ ബാക്കിയുള്ളവരുണ്ടല്ലോ, അവയിൽ നിന്ന് പിരിക്കാനുള്ള ഒരു തന്ത്രത്തിലാണോ ഈ ഒരു മുല്ലപ്പെരിയാർ ഇങ്ങനെ തന്നെ നിലനിൽക്കട്ടെ എന്നുള്ള ഒരു രീതി സർക്കാർ തുടരുന്നത്? ഇതിപ്പോ UDF വന്നാലും LDF വന്നാലും സ്ഥിതി ഇത് തന്നെയാണ്. ഒരു മാറ്റം ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ. പലപ്പോഴും നമ്മള് കുഞ്ഞിരമല പറയുന്ന ഒരു കാര്യമുണ്ട്, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ ദുരിതാശ്വാസം ഈസ് ബെറ്റർ ദാൻ പ്രിവെൻഷൻ എന്ന് പറയേണ്ടി വരും. കാരണം പലപ്പോഴും കേരള സർക്കാരിന്റെ പല കാര്യങ്ങളും 2018 പ്രളയത്തിന് ശേഷം 2018 പ്രളയത്തിന് ശേഷം മാറ്റിപ്പാർപ്പിക്കേണ്ടവരുടെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലിസ്റ്റ് സംസ്ഥാന സർക്കാരിന്റെ മുമ്പിലുണ്ട്. നാളിതുവരെയായും
ഉരുൾപൊട്ടൽ മേഖലയിൽ നിന്ന് ആളുകളെ മാറ്റി പാർപ്പിക്കാൻ പോലും ഈ സർക്കാരിന് സാധിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ ഈ വിഷയത്തിലൊക്കെ ദുരിതമുണ്ടായതിനു ശേഷം ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കാണ് സർക്കാരിന് കൂടുതൽ താല്പര്യം എന്ന് പറയേണ്ടി വരും. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കാൻ 1400 കോടി രൂപ വേണമെന്നാണ് പുതിയ കരട് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് രണ്ടാമത്തെ തവണയാണ് കരട് റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിന് സമർപ്പിക്കുന്നത്. ആദ്യത്തേത് 2011 സമർപ്പിച്ചു. ഇപ്പോൾ 2024 ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ പുതിയ ഡാമിൽ നിന്ന് 366 മീറ്റർ താഴെയാണ് പുതിയ ഡാം പണിയാൻ 1400 കോടി രൂപ വേണമെന്നുള്ള റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. അത് സർക്കാരിന് ഈ മാസം അവസാനത്തോടുകൂടി കൈമാറും എന്നാണ് പറയുന്നത്. സത്യത്തിൽ ഈ 1400 കോടി രൂപ ചെലവാക്കുന്ന ജനങ്ങളുടെ ജീവന് കൂടി വേണ്ടിയിട്ടാണ്. ഇത്തവണയെങ്കിലും ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ സർക്കാർ തയ്യാറാവുമോ? ഈ വയനാട് ദുരന്തത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ 1400 കോടി രൂപ എന്ന് പറയുന്ന ഈ ഡാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു തുകയല്ല. ഒന്ന്, 6 ജില്ലകളുടെ ഇറിഗേഷൻ തമിഴ്നാടിന് ഇതുവരെ നടക്കുന്നുണ്ട്. 6 ജില്ലകൾ. ഒരുപക്ഷെ കേരള സംസ്ഥാനത്തോട്ട് വേണ്ട 90% പച്ചക്കറിയും നമുക്ക് ലഭിക്കുന്ന ഈ ജില്ലകളിൽ നിന്നാണ്. അപ്പൊ എന്തുമാത്രം പ്രൊഡക്ഷൻ അവിടെ നടക്കുന്നു. 2, എനിക്ക് തോന്നുന്നു 28 ലക്ഷം മെഗാവോൾട്ട് വൈദ്യുതി ഇതിൽ നിന്നും ഈ പോകുന്ന വെള്ളത്തിൽ നിന്ന് ഉത്പാദിപ്പിക്കുമെന്നും 1400 കോടി രൂപ എന്നൊക്കെ പറഞ്ഞാൽ നിസ്സാരമാണ്. ഞാൻ പറയില്ല, ഇപ്പോ വയനാട്ടിൽ മാത്രം ഒറ്റ വില്ലേജിൽ ഇന്നലെ മന്ത്രിസഭാ കണക്കനുസരിച്ച് ഒറ്റ വില്ലേജിൽ ഉണ്ടായേക്കുന്ന നഷ്ടം 1000 കോടി രൂപയാണ്. അപ്പോ 5 ജില്ലകളില് ഇത് പൊട്ടിയാലുണ്ടാകുന്ന നഷ്ടം വെച്ച് നോക്കിയാൽ 1400 കോടി രൂപ എത്രയോ നിസ്സാരമാണ്. മാത്രമല്ല ആ ഡാമിന് ഇപ്പൊ പരിസ്ഥിതി ദുർബല പ്രദേശമാണെന്നൊക്കെ പറഞ്ഞാലും ഇതൊക്കെ മനുഷ്യ ജീവന് മുമ്പിൽ നിയമങ്ങൾ മാറി നിൽക്കണം. കാരണം ഡിസാസ്റ്ററിന് മുമ്പിൽ ഒരു നിയമങ്ങളും ബാധകമല്ല. കാരണം ഇവിടെ ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ നമ്മുടെ തീരദേശത്ത് തോട്ടപ്പള്ളിയില് കരിമണൽ ഖനനം നടക്കുന്നത് തോട്ടപ്പള്ളി സ്പിൽവേയുടെ മുമ്പിൽ മണൽ അടിഞ്ഞു കിടക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഗവൺമെന്റ് ആ കരിമണൽ വാരി വിറ്റോണ്ടിരിക്കുന്നത്. അത് വാരി മാറ്റിയാൽ മതി, വാരി വിൽക്കുക. ഞാൻ പറഞ്ഞത് അപ്പോ അത് എന്തിന്റെ പേരിലാണെന്ന് ചോദിച്ചാൽ അവിടെ വെള്ളം കെട്ടി നിന്നാൽ കുട്ടനാട് മുങ്ങിപ്പോകുമെന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ അവിടെ ഒരു നിലപാട്, ഇവിടെ മറ്റൊരു നിലപാട്. ഇവിടെ വരുമ്പോൾ പരിസ്ഥിതി പ്രശ്നം, നാട്ടുകാർക്ക് പ്രശ്നം, അല്ലെങ്കിൽ തമിഴ്നാടിന് പ്രശ്നം. തമിഴ്നാട് സർക്കാരും കേരള സർക്കാരും തമ്മിൽ ഈ വിഷയത്തിൽ, അതായത് പിണറായി വിജയനും MK സ്റ്റാലിനും തമ്മിൽ ഈ വിഷയത്തിൽ തീരുമാനമുണ്ടായാൽ നാളെ രാവിലെ ഈ ഡാം പണി ആരംഭിക്കാം. അത്ര വിഷയവും. ഈ പുതിയ ഡാം വരണ്ട എന്ന് എതിർക്കുന്നത് തമിഴ്നാടാണ്. അതെ, 100% തമിഴ്നാടാണ് എതിർക്കുന്നത്. എന്താണ് തമിഴ്നാടിന്റെ പാട്ടക്കരാറ് പുതുക്കുക എന്നതിൽ അപ്പുറത്തേക്ക് മാത്രമല്ല, ഇവിടെ പുതിയ ഡാം പണിയുമ്പോൾ അവിടെ 6 ജില്ലകളിൽ എന്തോ അവരുടെ കുടിവെള്ളം മുട്ടിക്കുക എന്ന നിലയിലേക്ക് വലിയ പ്രചരണം കാലാകാലങ്ങളിൽ എല്ലാ ഇലക്ഷനും അവിടെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ നടത്താറുണ്ട്. അവിടുത്തെ 6 ജില്ലകളിൽ പെടുന്ന ആളുകളെ പുതിയ ഡാം എന്ന കൺസെപ്റ്റ് പണിയുമ്പോൾ കേരളം അതിനകത്ത് വെക്കാൻ പോകുന്ന കണ്ടീഷനുകളിൽ തമിഴ്നാടിന് വെള്ളം ലഭിക്കില്ല എന്നുള്ള വലിയ ദുർപ്രചരണം ആ നാട്ടിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് ഈ ഡാം പണിയാൻ അനുവദിക്കുക എന്ന് പറയുന്നത് അവർക്ക് വലിയ ഭീഷണിയാണ്, അവർക്ക് പ്രശ്നമാണ്. അതാണ് അവിടുത്തെ രാഷ്ട്രീയം. അതുകൊണ്ടാണ് അത് അനുവദിക്കാത്തത്. ഈ ഇക്കാര്യത്തിൽ ഇപ്പോൾ 2011 ഈ റിപ്പോർട്ട് തയ്യാറാക്കിയപ്പോൾ 600 കോടിയായിരുന്നു ഡാമിന്റെ ചെലവ്. ഇപ്പോൾ അത് ഒറ്റയടിക്ക് 1400 കോടിയായി. ഇനി ഈ വർഷവും അത് നടന്നില്ല എങ്കിൽ ഇനി വരുന്ന വർഷങ്ങൾ അത് 2600 കോടിയാവും, അല്ലെങ്കിൽ 3000 കോടിയാവും. കോടികളുടെ കണക്ക് കൂടുന്നതല്ലാതെ ജനങ്ങളുടെ ജീവന് സ്വസ്ഥമായ ഒരു സമാധാനത്തോടെയുള്ള ഒരു സുരക്ഷിതത്വം നൽകാൻ വരുന്ന സർക്കാരുകൾ, എന്തായാലും പിണറായി സർക്കാരിന്റെ കാലത്ത് കഴിയില്ല എന്നുള്ളത് ഉറപ്പായി. ഇനി വരുന്ന സർക്കാരുകൾ അവർക്കെങ്കിലും ഇത് കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഞാനിപ്പോ ഈ പറഞ്ഞുകൊണ്ടൊരു ഉദാഹരണം പറഞ്ഞോട്ടെ. ഈ വിഴിഞ്ഞം അന്താരാഷ്ട്ര ടെർമിനൽ, മറ്റേ വിഴിഞ്ഞം ഹാർബർ, ഇതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് CN രാമേന്ദ്രൻ കമ്മീഷനിൽ ഞാൻ പരാതിക്കാരനായി പോയൊരു വ്യക്തിയാണ്. അന്ന് ഇത് വിഴിഞ്ഞം ആദ്യം ടെൻഡർ വിളിക്കുമ്പോൾ അതിന്റെ കടലിൽ കല്ലിട്ട് നമ്മളിപ്പോ കാണുന്ന വളഞ്ഞിരിക്കുന്ന കല്ല് ആ ലൈൻ ഉണ്ടാക്കി എടുക്കാൻ ആദ്യം ടെൻഡർ ചെയ്തപ്പോൾ 400 കോടി രൂപയായി. രണ്ടാമത് ടെൻഡർ ചെയ്തപ്പോൾ അത് 900 കോടി രൂപയായി. മൂന്നാമത് ടെൻഡർ ചെയ്തപ്പോൾ 1400 കോടി രൂപയായി. അദാനിയായിട്ട് എഗ്രിമെന്റ് വെക്കുമ്പോൾ അത് 1700 കോടി രൂപയ്ക്കാണ് എഗ്രിമെന്റ് വെച്ചത്. അപ്പൊ ഞാൻ ആ കമ്മീഷന് ചോദിച്ചു,
പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഇത് ഏത് ഏജൻസിയാണ് ഇതിന്റെ എസ്റ്റിമേറ്റ് എടുത്തത്, അല്ലെങ്കിൽ ഏത് ഏജൻസിയാണ് ഈ തുക കൂട്ടാൻ പറഞ്ഞത്? അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല. അവിടെയുള്ള ആരോ ഇതിന്റെ തുക കൂട്ടുന്നു, അത് നടത്തുന്നു. ഇനിയിപ്പോ ആരെങ്കിലും ഇച്ചിരി മോട്ടിച്ചാലും കുഴപ്പമില്ല, ഈ ഡാം ഒന്ന് പണിതാ മതി എന്നുള്ളത് നമുക്കുണ്ട്. ആരെങ്കിലും കട്ടുകൊണ്ട് പോയാലും അഴിമതി നടത്തിയാലും സാരമില്ല, സാധാരണ ജനങ്ങളൊന്ന് സുരക്ഷിതരാണ്. 10-35 ലക്ഷം പേരുടെ ജീവനേക്കാൾ വലുതല്ലല്ലോ 10,000 കോടി രൂപ ഈ കമ്മ്യൂണിസ്റ്റുകാർ മോട്ടിച്ചാലും കുഴപ്പമില്ലെന്ന്. അല്ല, അതിന് സർക്കാരിന്റെ മറുപടിയുണ്ട്. വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നതാണ്, ഡാം പൊട്ടില്ല, ചിലർ ഭീതി പരത്തുന്നതാണ്, അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒന്നും നടക്കില്ല, ഡാമിന് നല്ല ഉറപ്പുണ്ട് എന്നൊക്കെയാണ് സർക്കാർ ഈ വിഷയം വരുമ്പോൾ സർക്കാർ പ്രതികരിക്കുന്നത്. സർക്കാർ എന്നിട്ട് പിന്നെ സുപ്രീം കോടതിയിൽ പോയിട്ട് ഇതിന് വലിയ അപകടമാണെന്ന് സുപ്രീം കോടതിയിൽ പോയി പറയുന്നത് എന്തിന്? ഇവിടെ ജനങ്ങൾ ശരിയാണ്, ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാർക്കിടയിൽ ഭീതി ജനിപ്പിക്കുന്ന വാർത്ത സർക്കാർ പ്രചരിപ്പിക്കാൻ പാടില്ല, തീർച്ചയായിട്ടും. അല്ലെങ്കിൽ അത് രണ്ട് നാട് തമ്മില്, രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലൊക്കെ ഉള്ള വലിയ പ്രശ്നങ്ങൾക്കിടയാവും, പാടില്ല. പക്ഷേ ഇത് സുരക്ഷിതമാണ്, ഇത് സുരക്ഷിതമല്ല എന്ന് പറയുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. ഇപ്പൊ സർക്കാർ ഇത് സുരക്ഷിതമല്ല എന്ന് പറയേണ്ട, സർക്കാർ ഇത് പറയേണ്ടത് പറഞ്ഞാൽ ജനങ്ങളോട് പറയേണ്ട. പക്ഷേ ഇത് സുരക്ഷിതമല്ല എന്ന് പറഞ്ഞ് ഇത് ദേശീയ തലത്തിൽ ഇതൊരു വിഷയമായി കൊണ്ടുവരുവാൻ, ഇത് തമിഴ്നാടിന് മേൽ സമ്മർദ്ദം ചെലുത്തുവാൻ, തമിഴ്നാട് സർക്കാരിന് ഇത് വലിയൊരു പ്രശ്നമായി അവതരിപ്പിക്കുവാനൊക്കെ ഇന്ന് നടക്കുന്ന ഈ പ്രചരണങ്ങൾക്ക് കഴിയുന്നുണ്ട്. അതിനെ നിരാകരിച്ചുകൊണ്ട് ഇതിനെതിരെ പ്രചരണം നടക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ജനാധിപത്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണ്. പിണറായിക്ക് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ്. കേന്ദ്ര സർക്കാരിനും ഇതിൽ ഇടപെടലുകൾ നടത്താൻ കഴിയില്ലേ? തീർച്ചയായിട്ടും. അതിന് ഇവിടുത്തെ എംപിമാർ കഴിഞ്ഞ ദിവസം ഇന്നലെ എംപിമാര് അവിടെ കേന്ദ്രത്തിൽ ഇന്നലെ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ എംപിമാര് എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. ഈ വിഷയത്തിന്റെ ഗൗരവം ഇവിടുത്തെ ജനപ്രതിനിധികൾ ഒരുമിച്ചിട്ട് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ വിഷയത്തിന്റെ ഗൗരവം പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളെ കണ്ട് ബോധ്യപ്പെടുത്തണം. അപ്പോ അവിടെയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ ഇന്ത്യ സഖ്യം ഒരുമിച്ച് നിൽക്കില്ലല്ലോ. അവിടെ തമിഴ്നാട്ടിലുള്ള ഇന്ത്യ സഖ്യവും ഈ കേരളത്തിലുള്ള ഇന്ത്യ സഖ്യവും രണ്ട് അഭിപ്രായമല്ലേ. അപ്പോൾ അവിടെ ഇവിടെ നിന്ന് വേറെ ആളുകൾ ജയിച്ചു പോയി ഉള്ളത് ശ്രീ സുരേഷ് ഗോപി മാത്രമാണ്. ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ എടുത്തു നോക്കിയാൽ, തമിഴ്നാട്ടിലുണ്ട് ഒരാൾ, അങ്ങനെ എടുത്തു നോക്കിയാൽ ഇവിടെ നിൽക്കുന്ന ഭൂരിപക്ഷം ജനപ്രതിനിധികളും അവിടെ ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ വിഷയത്തിന്റെ ഗൗരവത്തെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ മാത്രമേ ഇതിനൊരു ശാശ്വത പരിഹാരത്തിൽ കേന്ദ്ര സർക്കാരിന് ഇടപെടാൻ കഴിയൂ എന്നാണ് എന്റെ വിശ്വാസം. ഈ 1400 കോടി കൊണ്ട് ഈ ഡാം പൂർത്തിയാകുമോ? അത് വീണ്ടും പിരിവ് നടത്തേണ്ടി വരുമോ? 500 കോടി രൂപ അതിനൊന്നും ആവശ്യമില്ലല്ലോ. 500 കോടി രൂപയിൽ താഴെയാണ് ഇതിന്റെ എസ്റ്റിമേറ്റ് ആദ്യം വന്നിരുന്നത്. പക്ഷേ 600 കോടി ഇതിന്റെ എസ്റ്റിമേറ്റ് 500-600 കോടി രൂപയ്ക്കിടയിലാണ് വന്നിരുന്നത്. ആദ്യത്തെ ഇതൊക്കെ 2006, 2010 കാലഘട്ടത്തിലൊക്കെ 400 കോടി രൂപയിൽ താഴെയായിരുന്നു എസ്റ്റിമേറ്റ് തന്നിരുന്നത്. പക്ഷേ മെറ്റീരിയൽ കോസ്റ്റ് മറ്റു കാര്യങ്ങളൊക്കെ വർദ്ധിപ്പിച്ച് കുറച്ച് തിന്നാനും വിട്ടുകൊടുത്താലും കുഴപ്പമില്ല. എന്നാലും 10,000 കോടി രൂപയ്ക്കൊക്കെ ഇത് തീരും എന്നാണ് എന്റെ ഒരു വിശ്വാസം. വളരെ നന്ദി സർ. കാരണം ഇത് ഈ മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുമ്പോൾ ഭയപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. സത്യത്തിൽ പുതിയ ഡാം എന്നുള്ള ഒരു ആശയം ഒരുപാട് പേർ ആഗ്രഹിക്കുന്നുമുണ്ട്. മനസമാധാനത്തോടു കൂടി ആ പ്രദേശത്തുള്ളവരെങ്കിലും ജീവിക്കാൻ വേണ്ടി പുതിയ ഡാം എന്നുള്ളൊരു ആവശ്യം. ആ പ്രദേശത്തുള്ളവരല്ല, നിങ്ങളുടെ സ്റ്റുഡിയോ ഉൾപ്പെടെ പോകും. നമ്മളൊക്കെ ഭയപ്പെടണം. നമ്മളല്ല, ആലുവ അല്ല, തൃശ്ശൂര് വരെ, തൃശ്ശൂര് മുതൽ അപ്പൊ തിരുവനന്തപുരം, കൊല്ലംകാരും ആലപ്പുഴക്കാരും പേടിക്കണ്ട. ചേർത്തല, തൃശ്ശൂർ, കൊല്ലം അടുത്ത് വരെ ഇതിന്റെ ഒരു ഫോഴ്സ് നിങ്ങൾക്ക് പ്രിഡിക്ട് ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ മലയോര ജനതയുടെ പ്രശ്നമാണെന്ന് വിചാരിക്കില്ലേ. മലയോര ജനതയ്ക്ക് ഒരു പ്രശ്നമില്ല. ഇത് ഇടുക്കി ജില്ലയുടെ 1/3 ഇത് ബാധിക്കുള്ളൂ. ബാക്കിയുള്ള പ്രദേശങ്ങളാണ് പ്രശ്നം. എറണാകുളം ജില്ല, കോട്ടയം ജില്ലയുടെ പ്രദേശങ്ങള്, തൃശ്ശൂർ ജില്ലയുടെ പ്രദേശങ്ങള്, ആലപ്പുഴ ജില്ല. മാത്രമല്ല ഇത് ഉണ്ടാക്കാൻ പോകുന്ന എഫക്റ്റ് എന്താണ്? ഇത് കടലിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഇത് ഈ വലിയ ഒരു കോലാഹലമായി, നിങ്ങൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള വലിയ കോലാഹലമായി കടലിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ കടലിലുണ്ടാകുന്ന എഫക്റ്റ് എന്താണെന്നറിയോ? ചിലപ്പോൾ മറ്റൊരു സുനാമിയായി ചിലപ്പോൾ ഇത് മാറാം. അപ്പോൾ കേരളത്തെ തന്നെ ചിലപ്പോൾ ഇത് വാഷ് ഔട്ട് ചെയ്യാൻ വലിയ സമയമൊന്നും വേണ്ടി വരില്ല. വളരെ നന്ദി സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.